ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 1 കൊരിന്ത്യർ 5:21 ഇങ്ങനെ പറയുന്നു, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് നമുക്ക് വേണ്ടി പാപം ആക്കി എന്ന്. നമ്മെ ദൈവത്തോട് നിരപ്പിക്കുന്നത് യേശു കർത്താവാണ്. കാരണം നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്തത് യേശു കർത്താവാണ്. നാം ദൈവത്തിൻ്റെ നീതിയാകുന്നത് യേശു കർത്താവിലൂടെ മാത്രമാണ്. ഒരു കണക്കിന് നമുക്കിങ്ങനെ പറയാം, ദൈവത്തിനും നമുക്കും ഇടയിലുള്ള പാലം എന്ന് പറയുന്നത് യേശു കർത്താവ് ആണ്. വിശുദ്ധനായ ദൈവത്തിന് നമ്മെ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ശിക്ഷ മറ്റൊരാൾ ഏറ്റെടുക്കണമായിരുന്നു. അതെ, നമ്മുടെ ശിക്ഷ യേശു കർത്താവ് ഏറ്റെടുത്തു. ഇനി നാം ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ടല്ല, യേശു കർത്താവിന് വേണ്ടിയിട്ടാണ് നാം ജീവിക്കേണ്ടത്. ആമേൻ. യോഹന്നാൻ 5:22 ഇങ്ങനെ പറയുന്നു, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന് പുത്രൻ ആരെയും ന്യായം വിധിക്കാതെ പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു എന്ന്. അപ്പോൾ നാം യേശു കർത്താവാണ് നമ്മെ ന്യായം വിധിക്കുന്നത്. അപ്പോൾ നാം യേശു കർത്താവിനെ സ്നേഹിച്ച് യേശു കർത്താവിൽ വിശ്വസിച്ച് യേശു കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാലേ നമുക്ക് ശിക്ഷാവിധി ഇല്ലാതെ ഇരിക്കുകയുള്ളൂ. ക്രിസ്തുയേശുവിലായവർക്ക് ആർക്കും ശിക്ഷാവിധി ഇല്ല എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിയണം എന്നുണ്ടെങ്കിൽ നാം പുത്രനെ ചുംബിക്കേണ്ടത് ആവശ്യമാണ്. സങ്കീർത്തനം 2:12 ഇങ്ങനെ പറയുന്നു, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ എന്ന്. അപ്പോൾ യേശു കർത്താവിന് മാത്രമേ നമ്മെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിന് നാം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നാം യേശു കർത്താവിനെ വിശ്വസിക്കുകയും നാം യേശു കർത്താവിനോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയും നാം മാനസാന്തരത്തിൽ ജീവിക്കുകയും വേണം എന്നുള്ളത് ആവശ്യമാണ്. യോഹന്നാൻ 14:6 ഇങ്ങനെ പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ നാം നമ്മുടെ പാപങ്ങൾ യേശു കർത്താവിനോട് ഏറ്റുപറഞ്ഞാൽ മാത്രമേ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. അതായത് നാം നിത്യജീവൻ പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാർഗമേ ഉള്ളൂ, അത് യേശു കർത്താവ് മാത്രമാണ്. മറ്റാർക്കും നമ്മെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, യേശുപ്പാ സ്തോത്രം, ഹല്ലേലൂയ. യേശുപ്പാ, ഞങ്ങളുടെ പാപങ്ങളെ മോചിച്ച് തരണമേ കർത്താവേ. യേശുപ്പാ സ്തോത്രം, ഹല്ലേലൂയ. യേശുപ്പാ, അങ്ങേ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനുള്ള കൃപ യേശുപ്പാ ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും കൊടുക്കണമേ കർത്താവേ. യേശുപ്പാ സ്തോത്രം, ഹല്ലേലൂയ. അങ്ങയുടെ വരവിൽ ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ കർത്താവേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.